അപ്പോൾ പല വൈറസുകളാണെങ്കിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ. ചില പാരൻസ് പറയും ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്ന എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വേണ്ടി വരാവുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ മാത്രം വാക്സിനേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതിരിക്കുക. വെൽക്കം ടു പീഡിയാട്രിക്സ്. ജലദോഷപ്പനി കുട്ടികൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ജലദോഷപ്പനി. ഒരുപാട് വൈറസുകളുണ്ട് സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് കോസ് ചെയ്യുന്നത്. റൈനോ വൈറസ് അതാണ് ഏറ്റവും കോമൺ. പിന്നെ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, എഡിനോ വൈറസ്, എൻട്രോ വൈറസ്, പഴയ ടൈപ്പ് കൊറോണ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, പാര ഇൻഫ്ലുവൻസ വൈറസ്. ഈ വൈറസുകളൊക്കെ ഒരേപോലത്തെ സിംറ്റംസ് കോസ് ചെയ്യും. അത് ഒരു കൊല്ലത്തിൽ ഏകദേശം 6-8 പ്രാവശ്യമൊക്കെ ഇൻഫെക്ഷൻ വരാം. ഈ പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് 12 പ്രാവശ്യമൊക്കെ, അതായത് എല്ലാ മാസവും ഓരോന്ന് വെച്ചിട്ടൊക്കെ വന്നേക്കാം. എഡൽസിനും വരാറുണ്ട്, പക്ഷേ ഫ്രീക്വൻസി കുറവാണ്. 2-3 പ്രാവശ്യമൊക്കെയാണ് ഒരു കൊല്ലത്തിൽ വരുള്ളൂ. ഇത് പല വൈറസുകളാണ്. അത് ഓരോ വൈറസിനും പല സീറോ ടൈപ്സ് ആണ് വരുന്നത്. അത് തന്നെ അവർ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ വഴി വേറെ ആന്റിജൻസ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇത് ഇൻഫെക്ഷൻ വന്ന് മാറുമ്പോഴും ഇതിന്റെ ഇമ്മ്യൂണിറ്റി ഷോർട്ട് ടേം ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ ഫ്രീക്വൻസി ഭയങ്കര അധികമായിരിക്കും. അപ്പോൾ പാരന്റ്സിന് ഭയങ്കര പേടിയാണ്. എൻ്റെ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഒരു പ്രാവശ്യം വന്ന് മാറിയിട്ട് അധികം കാലമായിട്ടില്ല, അപ്പോഴേക്കും വീണ്ടും വരുന്നത്. ആ പ്രായത്തിൽ അത് കോമൺ ആയിട്ട് കാണുന്നതാണ്, ടെൻഷൻ അടിക്കാനില്ല. ഇതിന്റെ എല്ലാത്തിൻ്റെയും ലക്ഷണങ്ങൾ ഏതാണ്ട് സെയിം ആണ്. പനി ആയിരിക്കും ആദ്യത്തെ ഒരു 5-8 ഒരു 7th ഡേ വരെയൊക്കെ പനി കാണും. തുടക്കത്തിൽ ചിലപ്പോൾ ചെറിയൊരു ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും, മൂക്കടപ്പ് മൂക്കൊലിപ്പ് ഉണ്ടാവും, ചുമ, തലവേദന, സൗണ്ടിന് വ്യത്യാസം, ഭയങ്കര ഇറിറ്റബിലിറ്റി, വിശപ്പില്ലായ്മ, ചിലപ്പോൾ ലൂസ് മോഷൻ, ചിലപ്പോൾ വോമിറ്റിംഗ്. ഇതൊക്കെ ഒരുമിച്ച് അല്ലെങ്കിൽ പല കോമ്പിനേഷനാണ് വരിക. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ പനി ആദ്യത്തെ 7 ദിവസം, അതിലൊരു 5th ഡേ ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഈ മൂക്കൊലിപ്പും ചുമയൊക്കെ തുടങ്ങുന്നത്. ബാക്കി എല്ലാ സിംറ്റംസും 5 to 7 ഡേയ്സിൽ മാറും. ചുമ മാത്രം 10-14 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഈ സമയത്ത് വിശപ്പ് പൊതുവെ കുറവായിരിക്കും. അയ്യോ കൊച്ചൊന്നും കഴിച്ചില്ല എന്നിട്ട് കുത്തി കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ കൊച്ച് ഛർദ്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഫോഴ്സ് ഫീഡ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് കൊച്ചു കുറച്ച് കഴിക്കുന്നുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ് ആ റിക്കവറി ടൈമിൽ കൊച്ചിന് ഭയങ്കര വിശപ്പായിരിക്കും, വളരെ അധികം കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ബേസ് ലൈനിലേക്ക് എത്തും. ഇങ്ങനെയാണ് യൂഷ്വലി കാണാറ്. ഇനി കൊച്ചിനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മൂക്കിൽ വല്ലാണ്ട് ഒലിപ്പ് കാണാം, കൊച്ചിന്റെ മൂക്കിന്റെ ഉള്ളിലത്തെ ദശ വളരെയധികം ചുവന്ന് തടിച്ചിരിക്കുന്നത് കാണാം, കണ്ണിന് ചിലപ്പോൾ ചുവന്നിറം കാണും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കഴലകൾ പൊന്തിയതായിട്ട് കാണും. ഇതൊക്കെ ഇതിന്റെ രോഗലക്ഷണങ്ങളാണ്. അപ്പോൾ പല വൈറസുകളാണെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഇൻഫെക്ഷനാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് പനിയുടെ മരുന്ന് കൊടുക്കുക, മൂക്കടപ്പിന് നേസൽ ഡ്രോപ്സ് കൊടുക്കുക, ചിലപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്ക് സിറപ്പ്, ആന്റി സെക്രീഷൻ സിറപ്പ് കൊടുക്കാറുണ്ട്. ഇതല്ലാതെ ഈ ഓരോ പ്രാവശ്യം വരുമ്പോൾ ആന്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആന്റിബയോട്ടിക്സ് ആക്ച്വലി ബാക്ടീരിയക്കെതിരാണ്. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ചില പാരന്റ്സ് പറയും ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്ന എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ്, അതിന് ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി ചില സമയത്ത് 5-7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല, പനി ഭയങ്കരമായിട്ട് കൂടുന്നു, അല്ലെങ്കിൽ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വന്നു, സൈനസൈറ്റിസ് വന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സ് സെക്കൻഡറി ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വന്നേക്കും. പിന്നെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആസ്മയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നാലും അവർക്ക് അതിന്റെ ചുമയും ശ്വാസമുട്ടൊക്കെ വല്ലാണ്ട് കൂടാൻ സാധ്യതയുണ്ട്. ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്. കാരണം ഇത് മിക്കവാറും കുട്ടികൾക്ക് വന്നു ഇതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു വിധം വൈറസുകൾക്കെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് 5-6 ഇയേഴ്സ് ആകുമ്പോഴേക്കും. അങ്ങനെയാണ് ഇവർ ഇതിൽ നിന്ന് റിക്കവറി ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ പാര ഇൻഫ്ലുവൻസ വൈറസിന്റെ സിംറ്റംസ് മാത്രം കുറച്ചും കൂടി സിവിയർ ആണ്. ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വേണ്ടി വരാവുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ മാത്രം വാക്സിനേഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും എടുക്കണം. കാരണം ഈ ഇൻഫ്ലുവൻസ പാര ഇൻഫ്ലുവൻസ വൈറസ് അവരുടെ രൂപം മാറി വരും, പല ടൈപ്പ് വരും. ഇപ്പോൾ H1N1 ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് H-ന്റെ N-ന്റെയും കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ 100-100-നെതിരെ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പോസിബിൾ അല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സീസണിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു 4 സ്ട്രെയിനെതിരെ ആയിരിക്കും വാക്സിൻ വരുന്നത്. അത് ആ മഴക്കാലത്തിന് മുമ്പായിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 6 മാസം തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇൻഫ്ലുവൻസ വാക്സിൻ റെക്കമെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ മാത്രം 2 പ്രാവശ്യം എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലത്തിലും ഓരോ പ്രാവശ്യം. പുറത്തൊക്കെ അഡൽട്സും ഈ പറയുന്ന ഫ്ലൂ ഷോട്ട് എടുക്കുന്നതാണ്. ഈ ജലദോഷപ്പനി ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ അതിന് വെറുതെ പനിയുടെ മരുന്നും മൂക്കടപ്പിന്റെ മരുന്നും മാത്രമേ ആവശ്യമുള്ളൂ. സെക്കൻഡറി ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന കേസിൽ മാത്രം ആന്റിബയോട്ടിക്സ് ആവശ്യം വരുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതിരിക്കുക. ഓരോ പ്രാവശ്യം പനി വരുമ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. അത് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെന്ന് എക്സാമിൻ ചെയ്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംശയം ഉണ്ടെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്സ് എടുക്കുക. ഹാപ്പി പാരന്റിംഗ്.